الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا أما بعد. ഇന്ന് ഈ സമയം മുബാറക്കത്തായ ഈ നേരം നിരന്തരമായി നമ്മൾ ആവർത്തിച്ച് കേൾക്കാറുള്ള, പ്രത്യേകിച്ചും ഷെയ്ഖുന അബൂ ഉസ്മാൻ മുഹമ്മദുൽ അഞ്ചരി ഹഫിളഹുല്ലാഹ് ആവർത്തിച്ചു പറയാറുള്ള ഒരു കാര്യം എൻ്റെ നഫ്സിനെ ഓർമ്മിപ്പിക്കാനും എൻ്റെ സഹോദരങ്ങളെ ഒന്നുകൂടി അത് തെര്യപ്പെടുത്താനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്. അദ്ദേഹം പറയാറുണ്ട്, അൽ ഈമാനു യുവല്ലിദു തസ്ലീം. ഈമാൻ തസ്ലീമിന് ജന്മം നൽകുന്നതാണ്. ഈമാൻ എന്നുള്ളത് ഹൃദയത്തിൽ രൂഢമൂലമായ യഖീനാണ്. വാക്കുകൊണ്ട് അത് അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും കർമ്മങ്ങളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യണമെന്നുള്ളത് ഈമാനിന്റെ മുസമ്മയിൽ തന്നെ, അതിന്റെ യാഥാർത്ഥ്യത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന കാര്യമാണ്. ആ ഈമാൻ തസ്ലീമിന്, ആ കാര്യം, ഈ ഒരു വാചകം എന്നുള്ളത് ഒരു ചെറിയ വാക്കിൽ അത് അദ്ദേഹം പറയുന്നു, അൽ ഈമാനു യുവല്ലിദു തസ്ലീം. മുൻഗാമികളായ ഉലമാക്കൾ, അഇമ്മത്ത് ദീർഘമായ ധാരാളം കിതാബുകൾ ആ ആശയത്തിൽ രചിച്ചിട്ടുള്ളത് നമുക്ക് കാണാം. നമ്മൾ മുൻഗാമികളുടെ കിതാബുകൾ പലപ്പോഴും അഖീദയുടെ, ഈമാനിന്റെ ഉസൂലുകൾ പഠിപ്പിക്കുന്ന കിതാബുകൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ പരമപ്രധാനമായിട്ട് അവര് വിശദീകരിക്കുന്നത് കാണും. അത് തൗഹീദും, ആ തൗഹീദിൽ തന്നെ അസ്മാഉ വസിഫാത്തിന്റെ ഭാഗം പ്രത്യേകിച്ചു, അത് കഴിഞ്ഞാൽ ഖദറുമാണ്. അസ്മാഉ വസിഫാത്തും ഖദറും അതുമാത്രം വിശദീകരിക്കുന്ന പ്രത്യേകം കിതാബുകൾ ധാരാളം ഇമാമിങ്ങൾക്കുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുള്ളയുടെ തദ്മുരിയ്യ അതിനൊരു ഉദാഹരണമാണ്. അതുപോലെ ഒരുപാട്, ഞാനൊരു ഉദാഹരണം അത് പറഞ്ഞു എന്ന് മാത്രം. കാരണം അൽ ഈമാനു ബിൽ ഖദർ എന്നുള്ളത് ഈമാനു ബില്ലാഹ്, അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അള്ളാഹുവിന്റെ അഫ്ആല് എന്നുള്ളത് അതിലേക്കാണ്, അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആ വിഷയം അവർ കൈകാര്യം ചെയ്യാറുള്ളത്. അൽ അസ്മാഉ വസ്സിഫാത്ത് വ അഫ്ആലുല്ലാഹ്, ആ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പിഴച്ച കക്ഷികൾക്കിടയിൽ തർക്കം, അവരുടെ ബുദ്ധിപരമായ തർക്കം കൊണ്ട് അവര് പിഴച്ചുപോയത്. അവരുടെ ഏറ്റവും വലിയ ചർച്ച അതിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യം വളരെ ചേർന്ന് കിടക്കുന്നതാണ്. അള്ളാഹുവിലുള്ള ഈമാൻ, അവന്റെ വഹദാനിയത്തിലുള്ള, അള്ളാഹുവിന്റെ ഏകത്വത്തിലുള്ള ഈമാൻ എന്നത് അള്ളാഹുവിന്റെ ഖളാഇനെയും ഖദറിനെയും തസ്ലീം ചെയ്യാൻ നമുക്ക് ഏറ്റവും വലിയ പ്രേരകമാണ്. അള്ളാഹുവിന്റെ അഫ്അൽ,
അതിന്റെ അസ്ല് തന്നെ യഫ്അലു മാ യശാ ഫഅാലുൽ ലിമാ യുരീദ്. നമുക്കറിയാവുന്നതാണ് ഈ ആയത്തുകളൊക്കെ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യും. ഫഅാലുൽ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്ന കാര്യം അങ്ങനെ തന്നെ നടപ്പാക്കാൻ ഏറ്റവും കഴിവുള്ളവനാണ് അല്ലാഹ്. അതിന് അള്ളാഹിനെ തടുക്കാൻ ഒരാളുമില്ല. ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. അള്ളാഹു എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. അവരാണ് ചോദ്യം ചെയ്യപ്പെടുക. പ്രവർത്തികൾക്ക് ചോദ്യം ചെയ്യപ്പെടുന്നത് അത് പടപ്പുകൾക്കുള്ളതാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം അവൻ ചെയ്യുന്നു. അതിനവനെ തടുക്കാൻ ആരുമില്ല, ആർക്കും കഴിയില്ല. അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അവന്റെ ഖഹർ, അവന്റെ ഇസ്സത്ത്, അവന്റെ മുൽക്ക്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിക്കുന്നതാണ്. അവനാണ് ഏകൻ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം എല്ലാം നടപ്പാക്കുന്നവനുമാണ്. അവൻ ഉദ്ദേശിക്കാത്ത ഒന്നും നടപ്പാകുന്നില്ല. മാഷാ അല്ലാഹു കാൻ വമാ ലം യശ ലം യകുൻ. അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്തോ അത് മാത്രമാണ് നടക്കുന്നത്, അതേ ഉണ്ടാകൂ. അവൻ ഉദ്ദേശിക്കാത്ത ഒന്നും ഉണ്ടാകുന്നില്ല. ഇത് തൗഹീദിന്റെ ഈമാനിന്റെ അടിത്തറയിൽപ്പെട്ടതാണ്. അത് നമുക്ക് വളരെ സുഖകരമായ സംതൃപ്തികരമായ വിധത്തിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് പൂർണ്ണമായി തസ്ലീം ചെയ്യാൻ, അള്ളാഹുവിന്റെ ഖലാഇനും ഖദറിനും തസ്ലീം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് ഈമാൻ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഇതാണ് ഒരു മുഅ്മിന്റെ ദിക്ർ. അല്ലാഹുവേ, നീ തന്നത് തടുക്കാൻ ഒരാളുമില്ല, നീ തരാത്തത്, നീ തടുത്തത് ഒരാൾക്കും നേടിയെടുത്ത് തരാനും കഴിയില്ല. ആരൊക്കെ എന്തൊക്കെ ഉപകാരം ചെയ്യുന്നവരെന്ന് പറഞ്ഞു വന്നാലും നിന്നെ കവച്ചു വെച്ച് ഒരു ഉപകാരവും ഒരാൾക്ക് ഒറ്റുണ്ടാക്കി തരാനും കഴിയില്ല. ഇത് ഏത് കൊച്ചു കുട്ടിക്കും പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന, മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന, അള്ളാഹുവിലുള്ള ഈമാൻ അറിയുന്ന, ഈമാൻ ഉള്ളിൽ കടന്നിട്ടുള്ള ഏതൊരു ചെറിയ കുട്ടിക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന അത്ര അയത്ന ലളിതമായ വിഷയമാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ചെറിയ ബാലനായിരിക്കുന്ന, കുട്ടിയായിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ തന്റെ സഹയാത്രികനായി തെരഞ്ഞെടുത്ത് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന നേരത്ത് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഗുലാം അലാ ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് കുറച്ചു വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെ എന്ന് പ്രത്യേകം സ്നേഹത്തോടുകൂടി വിളിച്ചു ചോദിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത ആ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ്. ഇഹ്ഫദില്ലാ യഹ്ഫദ്ക ഇഹ്ഫദില്ലാ തജിദുഹു തുജാഹക് എന്ന് തുടങ്ങുന്ന ആ ഹദീസ്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഭൂലോകരായ മുഴുവൻ ആളുകളും എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അള്ളാഹ് എഴുതിയിട്ടുള്ള ഒന്നല്ലാത്ത വേറൊന്നും അവർക്ക് ചെയ്തു തരാൻ കഴിയില്ല. ലോകത്തുള്ള മുഴുവൻ ആളുകളും കൂടി നിന്നൊന്ന് ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചാൽ അള്ളാഹ് നിനക്ക് രേഖപ്പെടുത്തിയതല്ലാത്ത ഒരു ഉപദ്രവവും നിന്റെ അടുത്തേക്ക് എത്തൂല്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ ഇൽമിൽ മുൻകടന്നതും ലൗഹിൽ അവൻ രേഖപ്പെടുത്തിയതുമാണ്. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹുഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം അവസാനിപ്പിക്കുന്നത്. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹുഫ്, സംഭവിക്കാനിരിക്കുന്നത് മുഴുവനും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ആ പേനകൾ
അത് ഉയർന്നു കഴിഞ്ഞു. എഴുതി വച്ചിട്ടുള്ള ഏടുകൾ അത് മഷി ഉണങ്ങി സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. സംഭവിക്കുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻനിർണയം അനുസരിച്ചു മാത്രമാണ് അങ്ങനെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ളതുണ്ടല്ലോ, അത് വളരെ സമാധാനം നൽകുന്ന ഒരു കാര്യം. അതാണ് തസ്ലീമിന്, ഈമാൻ തസ്ലീമിനുള്ളതാണ്. വറാഹത്തുൽ ബാൽ തുവല്ലിദു സആദ വത്തസ്ലീം യുവല്ലിദു റാഹത്തൽ ബാൽ. തസ്ലീം റാഹത്തുൽ ബാലിനെ ജനിപ്പിക്കുന്നു. ഈ തസ്ലീം ഉണ്ടെങ്കിൽ പിന്നെ മനസ്സ് അത് സമാധാനത്തിലും റാഹത്തിലായിരിക്കും. റാഹ എന്നുള്ള വാക്ക് അത് നമ്മൾ മലയാളത്തിൽ എത്ര സമാധാനം എന്നോ ആശ്വാസം എന്നോ ഒന്നും പറഞ്ഞാൽ നിൽക്കുന്നതല്ല. റൂഹ്, റൗഹാനിയത്ത്, റാഹത്ത്, ആ റാഉം അലിഫും ഹാഉം എന്ന് പറഞ്ഞാൽ അത് മനസ്സ്, ഹൃദയം, അത് ഹൃദയം അനുഭവിക്കുന്ന ഒരു സുഖമാണ്. ഹൃദയത്തിനുള്ളിലുള്ള റൂഹ് അനുഭവിക്കുന്ന, ആത്മാവ് അനുഭവിക്കുന്ന, അതുകൊണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഈമാനിനെ കുറിച്ച് പറയുന്നിടത്ത് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇത് പ്രകടിപ്പിക്കാനോ, ഒരാൾക്ക് പ്രകടിപ്പിക്കാനോ പറഞ്ഞറിയിക്കാനോ കഴിയാത്ത ഒന്നാണ് ഈമാൻ. ഉള്ളിൽ കടന്നാൽ കിട്ടുന്ന റാഹത്ത്. ലൗ അന്നൽ മുലൂക്ക് വഅബ്നാ അൽ മുലൂക്ക്, രാജാക്കന്മാരും രാജപുത്രന്മാരും അറിഞ്ഞിരുന്നെങ്കിൽ മാ നഹ്നു ഫീ, നമ്മൾ അനുഭവിക്കുന്ന ആ സുഖണ്ടല്ലോ, ആ റാഹത്ത്, ഈമാൻ കൊണ്ട് ഹൃദയത്തിൽ അതുണ്ടാക്കിയെടുക്കുന്ന റാഹത്ത്, അവരെങ്ങാനും അത് അതിന്റെ വില, അതെന്താ സാധനം എന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ. എന്തിനു വേണ്ടിയാ യുദ്ധം ചെയ്യുന്നതൊക്കെ? വേറൊരുത്തന്റെ അടുക്കലുള്ള സൗകര്യങ്ങൾ വെട്ടിപ്പിടിച്ചെടുക്കാനാണ്. നമ്മളെ അടുത്ത് കുറവുണ്ട്, മറ്റൊരുടെ അടുത്ത് കുറച്ച് സൗകര്യം കൂടുതലുണ്ടെങ്കിൽ അതിന് അസൂയ വെച്ചിട്ട് അതുമെന്നാണ് എല്ലാ യുദ്ധങ്ങളും ഉണ്ടായത്. എന്നാൽ ഈ സുഖം എന്നുള്ളത് അവർക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല, അവർക്കത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പോലും കഴിയില്ല. അതെങ്ങാനും അവർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ലജാലദൂന ബിസ്സൈഫ്, വാളെടുത്ത് നമ്മളോട് യുദ്ധത്തിന് വരുമായിരുന്നു അത് കിട്ടാൻ വേണ്ടിയിട്ട്. അത്ര അമൂല്യമാണ് ഈമാൻ ഉള്ളിൽ കടന്നാൽ ഹൃദയങ്ങൾ അനുഭവിക്കുന്നത്. അത് എത്രത്തോളം അനുഭവിക്കുന്നു, എത്രത്തോളം ഉണ്ടാകുന്നു എന്നുള്ളത്, എത്രത്തോളം ഈമാനിന്റെയും തസ്ലീമിന്റെയും അളവുണ്ടോ അതിനനുസരിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അനുഭവിച്ചത്, അത് ശേഷമുള്ളവർക്ക് അത്രയും പറഞ്ഞറിയിക്കാൻ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അത് അവരനുഭവിച്ചത് തന്നെയാണ്. സഹാബത്ത് അനുഭവിച്ചതാണ്. സഹാബത്തിന്റേത്, അവരുടേത് റിദ്വാനുല്ലാഹി തആല അലൈഹിം അജ്മഈൻ, അവരുടെ ജീവിതം നമ്മളിങ്ങനെ കഥയായിട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെയൊക്കെയോ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത, വിചാരിച്ചാൽ പോലും എത്താൻ കഴിയാത്ത അവിടെയാണ് അവരുള്ളത് എന്ന് നമുക്കറിയാം. അതെങ്ങനെയാണ്? അത് ഈ അളവിലുള്ള വ്യത്യാസമാണ്. ബിശൈഇൻ വഖറ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ രൂഢമായി ഉറച്ച ആ ഒരു കാര്യം കൊണ്ടാണ് അവരതിൽ മികച്ചത്. റാഹത്തുൽ ബാൽ, ഈ എല്ലാ അസ്വസ്ഥതയും, ഈ ബാല് എന്ന് പറയുന്നത് മനുഷ്യന്റെ ചിന്ത, അവന്റെ ബുദ്ധി, അവന്റെ തലച്ചോറ്, എല്ലാത്തിനെയും ഇങ്ങനെ ഇടങ്ങേറാക്കുന്നത് ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതൊരു വലിയ സമുദ്രമാണ്. നിലക്കാത്ത ഓളങ്ങളും കാറ്റും കോളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണത്. അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വരും. നമ്മൾ വിചാരിക്കും ഇതാണ് ഇപ്പൊ ചെറുതെന്ന് വിചാരിക്കും, ഇങ്ങനെ കരയിൽ അടങ്ങി അങ്ങ് ആ നിറയും പതയും മാറുമ്പോഴൊക്കെ കാണാം അതിനേക്കാളും വരുന്നത് അപ്പുറത്ത് വരുന്നത്. അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്തൊക്കെ വന്നാലും ഈമാനിന്റെ കപ്പൽ അതിലേക്ക് പ്രവേശിച്ച ഒരാൾ അതിന്റെ ഉള്ളിൽ ഇവിടെ അറിയുന്നതൊന്നും നടക്കുന്നതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതൊക്കെ അങ്ങനെ നടന്നു പോകും. അതാണ് ആ ബാല് എന്ന് പറയുന്നത്. അതാണ്, അതൊരു സമുദ്രമാണ്.
പക്ഷെ ഈമാനിന്റെയും തസ്ലീമിന്റെയും കപ്പലതിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ അവിടെ സമാധാനമായിരിക്കും, റാഹത്തായിരിക്കും. തസ്ലീമാണ് അതുണ്ടാക്കുന്നത്. ഈ തസ്ലീമില്ലാതെ അള്ളാഹുവിന്റെ ഖളാഇനും ഖദറിനും പരിപൂർണമായി അതിന് ലിമയും കൈഫയും ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ, എന്താണ് അങ്ങനെ? ആ ചോദ്യങ്ങളില്ലാതെ അതിന് കീഴ്പ്പെടാനും സ്വീകരിക്കാനും സാധിച്ചാൽ അതിലൂടെ ഉണ്ടാകുന്നതാണ് റാഹത്തുൽ ബാൽ. പിന്നെ ഒരു പ്രയാസം ഉണ്ടാവില്ല. അല്ലാത്തതൊക്കെ ഇങ്ങനെ എനിക്ക് മാത്രം എന്തെങ്ങനെ, ഞാൻ മാത്രം എന്തെങ്ങനെ, അത് മാത്രമേ കാണുള്ളൂ. എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ നോക്കിയിട്ടും ആകുന്നില്ലല്ലോ. അതൊക്കെ ഈമാനുമലും തസ്ലീമുമലും കൊണ്ടുപോയി വെച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും അടങ്ങൂല, മനുഷ്യന്റെ പ്രശ്നങ്ങൾ തീരൂല. പക്ഷെ തസ്ലീമിലാണെങ്കിൽ റാഹത്തുൽ ബാൽ ഉണ്ടാവും. ഇതൊക്കെ ഓരോരോ വിഷയങ്ങളാട്ടോ, ഞാനത് അങ്ങനെ മാത്രം പറഞ്ഞു പോണുള്ളൂ. വറാഹത്തുൽ ബാൽ തുവല്ലിദു സആദ. ജനങ്ങൾ അന്വേഷിക്കുന്നത്, എല്ലാവരുടെയും അന്വേഷണം, എല്ലാവരുടെയും പ്രശ്നം ഹാപ്പിനെസ്, സആദത്ത്, അതെവിടെ കിട്ടും? സന്തോഷം, സആദത്ത്, സൗഭാഗ്യം, ഹാപ്പിനെസ്. ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും, അത് വെച്ചിട്ടാണ് പലരും ജീവിക്കുന്നത്. അത് മോട്ടിവേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് പലരും നടക്കുന്നത്. കുറെ ആൾക്കാർ അത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. മനുഷ്യൻ പൈസ ചെലവഴിക്കുന്നതും പൈസ ഉണ്ടാക്കുന്നതും ഒക്കെ മേഖല അതാണ്. പക്ഷെ അതൊന്നും വേറൊന്നും കൊണ്ട് കിട്ടൂല. അതുണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ റാഹത്തുൽ ബാലാണ് അതിന്റെ. മറ്റൊരു ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരൊക്കെ പറയും, എല്ലാം കഴിഞ്ഞിട്ട് പറയും, ആളുകളെ മുഴുവനും ചിരിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നവൻ തിരശീലക്കപ്പുറം കരയുകയായിരിക്കും കേട്ടോ. അത്ര ഉണ്ടാവുള്ളൂ. ബടായി അടിക്കാൻ ആർക്കും കഴിയും. തിരശീലക്കപ്പുറം അവരുടെ അവസ്ഥ എന്തെന്നുള്ളത് അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് വേറെ പലതും കൊണ്ടാണ്. നേരെ മറിച്ച് ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ മലക്കുകൾ വിളിക്കുന്നൊരു വിളിയുണ്ട്. ആ വിളി അത് മുഅ്മിനീങ്ങൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന മുഅ്മിനീങ്ങളോടുള്ള വിളിയാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. അവിടേക്ക് എത്താൻ കഴിയുന്ന, ഏത് നിമിഷവും മരണപ്പെട്ടാൽ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അന്നഫ്സുൽ മുത്മഇന്ന, അത് സമാധാനമടഞ്ഞതാണ്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പോകാനുള്ളിടത്തെ കുറിച്ചുള്ള ഭീതികൾ അവർക്കില്ല. നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ദുഃഖങ്ങൾ അവർക്ക് പേറാനില്ല. കാരണം അവരവരുടെ ജീവിതം ഏത് ലക്ഷ്യത്തിനാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇങ്ങോട്ട് നിയോഗിച്ചത്, ആ നിയോഗം പൂർത്തീകരിച്ച് അല്ലാഹുവിനുള്ള ഉബൂദിയത്ത് അവരെ കൊണ്ടാകും വിധം പരമാവധി അത് പൂർത്തീകരിച്ചവരാണ്. അവരുടെ സാഹചര്യങ്ങളും അവരുടെ കഴിവും അവർക്ക് അല്ലാഹു നൽകിയതും അതിനുവേണ്ടി വിനിയോഗിച്ചവരാണ്. അങ്ങനെ ഈ ദുനിയാവിൽ നിന്ന് അവർക്ക് വേർപിരിയുമ്പോൾ മുത്മഇന്നത്തായി, നഫ്സ് മുത്മഇന്നത്തായി വേർപിരിയാൻ കഴിയും. ഇർജിഇ ഇലാ റബ്ബിക്, അത് നിർബന്ധമാണ്. റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകണം. റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകണമെന്നുള്ള ബോധത്തിലാണ് അവരുടെ ഓരോ നിമിഷവും അവർ ജീവിച്ചു തീർത്തത്. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുമെന്നുള്ള ആ സത്യം അത് വെറുതെ നാവിലും വാക്കിലും ഒതുങ്ങിയവരല്ല അവർ. നേരെ മറിച്ച് അത് അവരുടെ നിരന്തരമായ ചിന്തയായിരുന്നു, നിരന്തരമായ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ശേഷമുള്ളതിലേക്കുള്ള ഇസ്തിഅദാദ്, അതായിരുന്നു അവർക്ക് ഇവിടുത്തെ പണി. എന്ത് കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും അവരത് ഇത് വെച്ചിട്ടാണ് അവർ ആലോചിച്ചിരുന്നത്. നാളത്തേക്ക് എന്ത് സംഭവിക്കും, മരണശേഷം ഇതെനിക്ക് എങ്ങനെ പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ അടുക്കലേക്ക് അവർ മടങ്ങുന്നത് മുത്മഇന്നത്തായിട്ട്. നഫ്സു മുത്മഇന്ന റാദിയത്തൻ മർദിയ, അത് റാദിയത്താണ്. ആ റാദിയത്ത് എന്നുള്ളത് അല്ലാഹു ഈ ദുനിയാവിൽ അവന് കൊടുത്ത ജീവിതം, ആ ജീവിതം അവസാനിക്കുന്നത് തൃപ്തിയോടുകൂടിയിട്ടാണ്. അവനവന് ലഭിച്ചിട്ടുള്ള ജീവിതത്തിൽ അതൃപ്തി കൊണ്ട് നടക്കുന്ന എത്ര ആളുകളുണ്ട്.
അല്ല, തൃപ്തരായ എത്ര ആളുണ്ട് എന്ന് ചോദിക്കുന്നതാണ് ശരി. ഈ നിമിഷത്തിൽ എനിക്ക് ലഭിച്ചത് എനിക്ക് ലഭിക്കേണ്ടുന്നത് തന്നെയാണ് എന്ന് തൃപ്തിപ്പെടുന്ന അങ്ങനെ ജീവിക്കുന്നവർ എത്ര ഉണ്ടാവും? അതൃപ്തരാണ് മനുഷ്യരൊക്കെയും. ഈ അതൃപ്തിയാണ് ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും. ഭരണീയർക്ക് ഭരണാധികാരികളോടുള്ള അതൃപ്തി, അവിടെ നിന്നാണ് വിപ്ലവങ്ങളും കലാപങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നത്. ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലിക്കാർക്ക് ഉടമയോടുള്ള അതൃപ്തി, അതാണ് സ്ഥാപനങ്ങൾ നശിപ്പിക്കുന്നത്. ഒരു വീട്ടിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോടുള്ള അതൃപ്തി, അതാണ് കുടുംബം കലക്കുന്നത്. മക്കൾക്ക് വാപ്പാനോട്, വാപ്പാക്ക് മക്കളോട് ഇങ്ങനെയൊന്നും പോരാ എന്നുള്ള അതൃപ്തി, കൂട്ടുകാർക്ക് കൂട്ടുകാരോട്, ഇങ്ങനെ സമൂഹത്തിൽ എല്ലാവർക്കും ഈ അതൃപ്തിയാണ്. എന്ത്? എനിക്ക് കിട്ടിയത് ഇത്ര പോരാ, ഞാനൊന്നും ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല എന്ന ആ അതൃപ്തിയിലാണ്. അല്ല, ഈ ദുനിയാവിൽ ഒരു മുഅ്മിൻ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ ഖദായിലും ഖദറിലുമുള്ള ശരിയായ വിധത്തിലുള്ള ഈമാനും അതിലുള്ള തസ്ലീമും അങ്ങനെ റാഹത്തുൽ ബാലുമായിട്ടാണെങ്കിൽ സആദത്തോടു കൂടിയാണ് ദുനിയാവിൽ നിന്ന് അവൻ വിട പറഞ്ഞു പോവുക. ആ സമയത്ത് അവൻ റാദിയത്തായിരിക്കും, മർദിയത്തായിരിക്കും. റബ്ബ് അവന് ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് അതിന് തൃപ്തിപ്പെട്ടു കൊടുക്കുന്ന റബ്ബിന്റെ തൃപ്തി വാങ്ങുന്നവനും ആയിരിക്കും. റബ്ബ് അവനെ സംബന്ധിച്ച് സംതൃപ്തിയിലാണ്. അവൻ റബ്ബിനെ കുറിച്ച് സംതൃപ്തിയിലാണ്. സംതൃപ്തനായും സംപ്രീതനായിട്ടുമാണ് ഈ ദുനിയാവിൽ നിന്ന് അവൻ വിട പറഞ്ഞു പോകുന്നത്. അങ്ങനെ നമ്മുടെ നിമിഷങ്ങൾ അവസാനിച്ച് കിട്ടണമെങ്കിൽ ഈ ഈമാൻ, അള്ളാഹുവിലുള്ള ഈമാൻ, അവന്റെ ഖദായിലും ഖദറിലുമുള്ള ഈമാൻ, അത് നിരന്തരം 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 പഠിച്ചും മനസ്സിരുത്തിയും ഹൃദയം കൊടുത്തും അതിന്മേൽ നമ്മൾ ശരിക്ക് ജീവിക്കണം. അതുമ്മേൽ ജീവിക്കണം, അതുകൊണ്ട് ജീവിക്കണം. അത് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും, ദീനിനെയും ദുനിയാവിനെയും, ഇഹത്തെയും പരത്തെയും എല്ലാ കാര്യങ്ങളെയും നേരെയാക്കും, സമാധാനം നമുക്ക് നൽകുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. فأسأل الله العظيم رب العرش العظيم أن يتولانا جميعا في الدنيا والآخرة وأن يجعلنا من الهداة المهتدين غير ضالين ولا مضلين. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.